കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തനങ്ങൾ 148. ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും എന്ന് പറഞ്ഞാൽ കാരാഗൃഹത്തിൽ കിടക്കുന്നവൻ മുതൽ സിംഹാസനത്തിലിരിക്കുന്നവൻ വരെ, ആത്മമണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും ഉള്ള സകലർക്കുമുള്ള സങ്കീർത്തനം. എവിടെയാ അതിൻ്റെ അടിസ്ഥാനം? ഈ ആത്മീയ ഗൃഹത്തിൻ്റെ ദൈവിക പദ്ധതിയുടെ അടിസ്ഥാനം സങ്കീർത്തനങ്ങൾ 148 14 വാക്യമാണ്. തന്നോടടുത്തിരിക്കുന്ന ജനമായി ഇസ്രയേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനുയർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. തൻ്റെ സകല ജനത്തിനും പുകഴാൻ ഒരാളെ ഉള്ളൂ, അത് യേശുവെന്ന നാമമാണ്. അതുകൊണ്ട് നമ്മൾ അവനെ സ്തുതിക്കുക, പുകഴ്ത്തുക എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. അതൊരു നാവ് കൊണ്ട് പുകഴ്ത്തുക എന്നുള്ളതിനപ്പുറം ഇത് എന്തിവൻ ചെയ്തു, നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നോ? നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ, നമ്മൾ മരിച്ചവരായിരിക്കുമ്പോൾ, നമ്മൾ പാപികളായിരുന്നപ്പോൾ, നോക്കിക്കേ, അധപ്പതിച്ചവരായിരുന്നപ്പോൾ ഉദ്ധാരണം തന്നവൻ, രക്ഷ തന്നവൻ, വിശുദ്ധി തന്നവൻ, വീണ്ടെടുപ്പ് തന്നവൻ, അവനല്ലാതെ മറ്റാർക്കും കഴിയാൻ പറ്റാതിരുന്ന കാര്യം അവൻ നമുക്ക് വേണ്ടി സ്നേഹത്തോടെ ചെയ്തവൻ. ഹല്ലേലൂയ. അതാണ് യേശു എന്ന നാമം. അതുകൊണ്ട് പറയുകയാണ്, യഹോവയെ സ്തുതിപ്പിൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. ആരാണ് സ്വർഗത്തിൽ നിന്ന് അവനെ സ്തുതിക്കുന്നത്? യഹോവയുടെ സകല ദൂതന്മാരും അവൻ്റെ സർവ്വ സൈന്യവുമേ അവനെ സ്തുതിപ്പിൻ. അത് അക്ഷരികമായിട്ട് സ്വർഗത്തിൽ ദൂതന്മാരുണ്ട്, അവൻ്റെ സൈന്യമുണ്ട്, അവർ സ്തുതിക്കുക എന്നുള്ളതാണോ? ആത്മമണ്ഡലത്തിൽ, സഭയിൽ, ലോകമെമ്പാടും ഒറ്റ സഭയുള്ള ദൈവസഭ. ആ ദൈവസഭയിൽ ദൂതന്മാരുണ്ട്, അവൻ്റെ സൈന്യമുണ്ട്. അവർ സ്വർഗങ്ങളിൽ, ആത്മമണ്ഡലത്തിൽ, പ്രാർത്ഥനാമുറിയിൽ അവർ മുകളിൽ കയറി സ്വർഗത്തിൽ നിന്ന് അവനെ സ്തുതിപ്പീൻ. സൂര്യനും ചന്ദ്രനുമുണ്ട് വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ. പ്രകാശമുള്ള നക്ഷത്രങ്ങളുണ്ട്. വീണ്ടും ജനിച്ചവനെല്ലാം പ്രകാശമുള്ള നക്ഷത്രങ്ങളാണ്. തേജസ്സിൽ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. കുറഞ്ഞ വെളിച്ചമുള്ളവനുണ്ടാകാം, മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചമുള്ള വിശുദ്ധനുണ്ടാകാം, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന വിശുദ്ധനും ഉണ്ടാകാം. അതുകൊണ്ട് പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. സ്വർഗാദി സ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവും അവനെ സ്തുതിപ്പീൻ. കാരണം അവൻ കൽപ്പിച്ചിട്ട് അവൻ്റെ വചനത്താൽ ഉളവായതാണ്. നമുക്ക് പിടികിട്ടാത്ത മർമ്മങ്ങൾ, നമുക്കൊരിക്കലും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അവൻ്റെ സൃഷ്ടിപ്പിന് അവനെ സ്തുതിപ്പീൻ. സദാകാലത്തേക്ക് അവൻ സ്ഥിരമാക്കി ലംഘിക്കരുതാത്തൊരു നിയമം വെച്ചിരിക്കുന്നു. എല്ലാ നക്ഷത്രങ്ങളും ഭൂമിയും ഭ്രമണപഥങ്ങളും സഞ്ചാരങ്ങളും വേഗങ്ങളും എല്ലാത്തിനും ദൈവം ഒരു ഫോർമുല വെച്ചിട്ടുണ്ട്, നിയമം വെച്ചിട്ടുണ്ട്. ആ നിയമം അനുസരിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവരെ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ. തീ, കന്മഴ, ഹിമം, ആവി, അവൻ്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റ്, പർവ്വതങ്ങൾ, കുന്നുകൾ, ഫലവൃക്ഷങ്ങൾ, ദേവദാരുക്കൾ, മൃഗങ്ങൾ, കന്നുകാലികൾ, ഇഴജന്തുക്കൾ, പർവ്വജാതികൾ, രാജാക്കന്മാർ, വംശങ്ങൾ, പ്രഭുക്കന്മാർ, ന്യായാധിപന്മാർ, യുവാക്കൾ, യുവതികൾ, വൃദ്ധന്മാർ, ബാലന്മാർ, ഇതെല്ലാവരും സഭയിലുണ്ട്. ഇതെല്ലാ കാറ്റഗറിയിലും പെടുന്നവർ സഭയിലുണ്ട്. നോഹയുടെ പെട്ടകത്തിൽ ഇതെല്ലാവരും ഉണ്ടായിരുന്നു. വചനം പറയുന്നത് നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്ന സകലരെയും യഹോവ ഓർത്തു. അതുകൊണ്ട് ഞാൻ ചെറിയവനാണ്, എനിക്ക് വിലയില്ല. അവൻ വലിയവനാണ്, അവൻ പാരമ്പര്യക്കാരനാണ്, അവന് വിലയുണ്ട്. അവൻ വിശുദ്ധി പ്രാപിച്ചവനാണ്, ഞാൻ അഴുക്കാണ്. അവൻ കൃപ പ്രാപിച്ചവനാണ്, ശുശ്രൂഷ പ്രാപിച്ചവനാണ്. അവൻ 3-ാം തലമുറക്കാരനാണ്, 4-ാം തലമുറക്കാരനാണ്. അവന് പുകഴാനുണ്ട്? ഒന്നുമില്ല, വെറുതെയാണ്. എല്ലാം നുണയാണ്. മനുഷ്യൻ പറയുന്നത് കേൾക്കരുത്. നിങ്ങളുടെ അകത്തുനിന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. പിന്നെ ആരെ വിശ്വസിക്കണം? ദൈവം നിന്നോട് പറയുന്നത് നീ വിശ്വസിക്കണം. ഏലിയാവേ, എഴുന്നേറ്റ് പുറത്ത് നിൽക്കുക. ഭൂകമ്പം വന്നു, തീ വന്നു, കൊടുങ്കാറ്റ് വന്നു. വചനം പറഞ്ഞു യഹോവ അതിലില്ലായിരുന്നെന്ന്. അപ്പുറം ഒരു മൃദുസ്വരം വന്നു. ഇവിടെ അകത്തുണ്ടാകുന്ന സംഘർഷങ്ങൾ, വെപ്രാളം, കോപം,
ക്രോധം, അതിലൊന്നുമില്ല യഹോവ. പ്രാർത്ഥനാമുറിയിൽ മുട്ടുമടക്കുമ്പോൾ അകത്തുനിന്ന് വരുന്ന മൃദുസ്വരമുണ്ട്. ക്ഷമിക്കാൻ പറയുന്നൊരു ശബ്ദം, കാത്തിരിക്കാൻ പറയുന്നൊരു ശബ്ദം, ഭയപ്പെടാതിരിക്കാൻ പറയുന്നൊരു ശബ്ദം. ഞാനുണ്ട് നിൻ്റെ കൂടെ, നീയാണ് വലിയവൻ, നിന്നേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് നിന്നോട് മന്ത്രിക്കുന്നൊരു ശബ്ദം. ധനവാന്റെ ധനം കണ്ടിട്ടും ജ്ഞാനിയുടെ ജ്ഞാനം കണ്ടിട്ടും ബലവാന്റെ ബലം കണ്ടിട്ടും നീ ഭയപ്പെടണ്ട, ഞാനാണ് ദൈവമെന്ന് പറയുന്നൊരു ശബ്ദം. അത് നിൻ്റെ അകത്തുനിന്ന് വരും. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് അതേറ്റ് പറയുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ പറയും, യഹോവയെ സ്തുതിപ്പിൻ. യഹോവയെ സ്തുതിപ്പിനെന്ന് പറഞ്ഞ് അർത്ഥമില്ലാതായെങ്കിലും യഥാർത്ഥ അർത്ഥം എന്താണ്? വേറെ ആരും സ്തുതിക്കുയോഗ്യനല്ല, ഞാനും സ്തുതിക്കുയോഗ്യനല്ല. എൻ്റെ പ്രവൃത്തികളിൽ എനിക്ക് പുകഴാനില്ല, എൻ്റെ കൈമിടുക്കല്ല, എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ കൈമിടുക്കുമല്ല, ഒന്നുമില്ല. ഒരു മനുഷ്യന് എനിക്ക് എൻ്റെ കുടുംബത്തിനും പൂർവ്വപിതാക്കന്മാർക്കും പുകഴാനൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് ഈ വചനം നിവൃത്തിയാകുന്നത്. തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി യേശു കർത്താവ്. നമുക്ക് പുകഴാൻ ഈ ഒരു കൊമ്പ് മാത്രം, യേശു കർത്താവെന്ന ബലം മാത്രം, യേശു കർത്താവെന്ന വിശുദ്ധി മാത്രം, യേശു കർത്താവെന്ന ജ്ഞാനം മാത്രം. അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും വീണ്ടെടുപ്പുമായി തീർന്നു. കർത്താവിനെ സ്തുതിപ്പീൻ, എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കി സ്തുതിപ്പീൻ, സ്തുതിപ്പീൻ, സ്തുതിപ്പീൻ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗ്ഗം നിങ്ങളുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കട്ടെ, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കട്ടെ, അവനെ സംസാരിക്കാൻ അനുവദിക്കട്ടെ, അവനിലൂടെ ക്രിസ്തു സംസാരിക്കട്ടെ. നാൾത്തോറും അവൻ നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കട്ടെ. അവനിൽ മാത്രം പുകഴുന്നവരായി, അവനെ മാത്രം സ്തുതിക്കുന്നവരായി ദൈവം നിങ്ങളെ മാറ്റട്ടെ. ആമേൻ.